എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ, അതായത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഓൺലൈനായി മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ പേര് ചേർക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇതേ പ്രോസസ്സ് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സർവീസ് പോർട്ടലിൽ എങ്ങനെ പേര് ചേർക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ SEC എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ പേര് ചേർക്കുന്നവർ നിർബന്ധമായും പിന്നീട് ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ സർവീസ് പോർട്ടലിൽ പേര് ചേർക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ നാഷണൽ സർവീസ് വോട്ടേഴ്സ് പോർട്ടലിൽ പേര് ചേർക്കുന്ന വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ആ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം sec.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. ഈ സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മോറിൽ പ്രസ് ചെയ്ത ഒരു ലിങ്കിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് സൈറ്റിലേക്ക് ഇതുപോലെ പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. സൈറ്റിൽ പ്രവേശിച്ചാൽ ഉടനെ ഡേറ്റും മറ്റ് നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. മുകളിൽ അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് കാണാം. ആ സൈൻ ഇനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് സൈൻ ഇൻ പേജ് കാണുകയും അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നൊരു പേജ് കാണാം, ഒരു ലിങ്ക് കാണാം. ആ സിറ്റിസൺ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ആ പേജിൻ്റെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പാസ്വേഡ് സംബന്ധമായ നിർദ്ദേശങ്ങളൊക്കെ കാണാവുന്നതാണ്. അതിനും താഴേക്ക് വന്നതിന് ശേഷം നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മൊബൈൽ നമ്പർ, കൺഫേം മൊബൈൽ നമ്പർ 2 പ്രാവശ്യം അതേ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പാസ്വേഡുമാണ് കൊടുക്കേണ്ടുന്നത്. പാസ്വേഡും 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊബൈൽ നമ്പർ നമുക്ക് യുണീക്ക് ആയിരിക്കണം. ഒരു പ്രാവശ്യം മാത്രമേ ഈ വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ഇവിടെ ഫോർഗറ്റ് പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. അതൊരു കാര്യം. മറ്റൊന്ന്, പാസ്വേഡ് ഇപ്പം പേര് കൊടുത്തിട്ട് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുത്ത് അതിനുശേഷം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് @ കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ അങ്ങ് കൊടുക്കാവുന്നതാണ്. ഇവിടെ കോൺസിക്യൂട്ടീവായിട്ടുള്ള നമ്പർ 1, 2, 3 അങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ അനുവദിക്കത്തില്ല. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ക്യാപ്ച കോഡ് കാണാം. അവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ തൊട്ട് വലത് സൈഡിൽ കാണുന്ന ചെറിയ കോളത്തിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കൽ കൊടുത്ത മൊബൈൽ നമ്പറാണ് വീണ്ടും കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡിഷ് ആയിട്ട് കാണിക്കും. പക്ഷേ ശരിയായിട്ടുള്ള മൊബൈലാണെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് വരുന്നതും കാണാം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരിക്കൽ OTP വന്നതിന് ശേഷം ശരിയായിട്ട് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആദ്യ ടൈമിൽ തന്നെ ശരിയായിട്ടുള്ളത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ഓട്ടോമാറ്റിക് വരും, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മൊബൈൽ നമ്പറിൻ്റെ അവസാന ഡിജിറ്റ് കാണിക്കുന്നതും വെരിഫൈ മൊബൈൽ എന്നുള്ള ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ആ മൊബൈലിലേക്ക് OTP വരുന്നതാണ്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള വെരിഫൈയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരുകയും അവിടെ നമുക്ക് പ്രൊസീഡ് എന്ന് കാണാം. ആ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതും താഴെ മൊബൈൽ നമ്പറും പേരും ഒക്കെ കാണിക്കുന്നതാണ്. ഇവിടെ യൂസർ നെയിമായിട്ട്, ലോഗിൻ ID ആയിട്ട് മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. പാസ്വേഡായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് ലോഗിൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് യൂസർ നെയിമായിട്ട് മൊബൈൽ നമ്പരും താഴെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് തൊട്ട് താഴെ ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെ ഫോർഗറ്റ് പാസ്വേഡുമുണ്ട്. നേരത്തെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്തവർക്ക് ഇപ്പം പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ലോഗിൻ കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് നെയിം ഇൻക്ലൂഷൻ ഫോൺ നമ്പർ 4 ആണ്. അതായത് പേര് ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആ ഫോൺ നമ്പർ 4 ആണ്. കറക്ഷന് വേണ്ടി ഫോൺ നമ്പർ 6ഉം ട്രാൻസ്പോസിഷൻ വാർഡ് മാറ്റത്തിനും ഒക്കെ വേണ്ടി ഫോൺ നമ്പർ 7ഉം ഉപയോഗിക്കും. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് നെയിം ഇൻക്ലൂഷൻ ഫോം നമ്പർ 4 ആണ്. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടുന്ന ഫോമുകൾ തൊട്ട് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോ ഡേറ്റ എന്ന് കാണാം. നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് തടസ്സങ്ങളുണ്ടായാൽ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ബാക്കി ഡേറ്റാസ് ഇവിടെ കാണും. ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നോ ഡേറ്റ എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഫോൺ നമ്പർ 4 ആദ്യത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്.
തുടർന്ന് നമ്മൾ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ ഈ വോട്ടർ പട്ടികയിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലല്ല എന്നുള്ള കാര്യം പ്രത്യേകവും പറഞ്ഞിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നാൽ ചുവപ്പും വെള്ളയുമായിട്ട് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്നത്. അതിൻ്റെയും താഴേക്ക് വന്നാൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളിടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് നമുക്കിവിടെ ഒരു സീരിയൽ നമ്പർ, അടുത്ത ബന്ധുവിൻ്റെയോ അയൽക്കാരുടെയോ നെയ്ബറിൻ്റെയോ ഒക്കെ ഒരു സീരിയൽ നമ്പർ ആവശ്യമായിട്ടുണ്ട്. അതറിയണം. അതിനുവേണ്ടി ഇവിടെ സ്റ്റേറ്റ് വൈസ് ഒന്നും ലോക്കൽ ബോഡി വൈസ് ഒന്നുമുണ്ട്. ഇതിൽ ലോക്കൽ ബോഡി വൈസ് ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ജില്ലയും ലോക്കൽ ബോഡി പഞ്ചായത്തും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്ത് അതിനുശേഷം ആ വോട്ടർ നിങ്ങളുടെ ആരുടെ സീരിയൽ നമ്പറാണ്, ബന്ധുവിൻ്റെയോ റിലേറ്റീവിൻ്റെയോ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ സീരിയൽ നമ്പർ കണ്ടെത്താവുന്നതാണ്. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ നീല ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നതാണ് സീരിയൽ നമ്പർ. ഇവിടെ നമുക്കിത് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല, ഈ പേര് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ഇവിടെ വ്യൂ വോട്ടർ സർവീസ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളൊരു ലിങ്ക് കിട്ടും. ആ വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നമ്മളുടെ ജില്ലയും താലൂക്കും ലോക്കൽ ബോഡിയും പോളിംഗ് സ്റ്റേഷനും ഒക്കെ വാർഡും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്ത് നമുക്ക് ഈ വോട്ടറുടെ നെയ്ബറിൻ്റെയോ റിലേറ്റീവിൻ്റെയോ സീരിയൽ നമ്പർ കണ്ടെത്താവുന്നതാണ്. ഇവിടെ ഇടത് സൈഡിൽ സീരിയൽ നമ്പർ എന്ന് തന്നെ പറഞ്ഞ് അവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. കൂടാതെ പേരും വീട്ടുപേരും വോട്ടർ ഐ ഡിയുടെ നമ്പർ ഉൾപ്പെടെ ഇവിടെ കിട്ടുന്നതാണ്. ഇതും വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് പേര് ചേർക്കുന്നത് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതുകൂടി കാണാവുന്നതാണ്. വീണ്ടും നമ്മൾ ഓൺലൈൻ പ്രോസസ്സിലേക്ക് വന്നാൽ ഇവിടെ ഫോം നമ്പർ 4 ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു പേജിൽ ചേർന്നിരിക്കുകയാണ്. ഇവിടെ സ്റ്റെപ്പുകൾ കാണിക്കുന്നുണ്ട്. താഴേക്ക് വന്നാൽ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിലല്ല എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ഇതിൽ പേര് ചേർത്താൽ അതുകൊണ്ട് നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിലോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. മാത്രവുമല്ല വോട്ടർ ഐ ഡിയും ലഭിക്കത്തില്ല. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാഷണൽ സർവീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇനി നമ്മൾ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നെയിം ഇൻക്ലൂഷൻ എന്നുള്ള പേജ് വരികയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ആദ്യത്തേത് ഡിസ്ട്രിക്റ്റാണ്. അതിനുശേഷം ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിലേതാണെന്ന് വെച്ചാൽ ആ ലോക്കൽ ബോഡി തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം വാർഡ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം പോളിംഗ് സ്റ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളത് അവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അന്വേഷിച്ച് പാർട്ടിക്കാരടുത്തൊക്കെ അന്വേഷിച്ചാൽ അതറിയാൻ പറ്റും. അതിനുശേഷം താലൂക്ക്, അതിനുശേഷം LAC എന്നാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്. നിയമസഭാ മണ്ഡലം എന്നാണ് മലയാളത്തിൽ. നിങ്ങളുടെ നിയമസഭയിൽ വോട്ട് ചെയ്ത ആ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്. അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടുന്നത് നിയർ ബൈ വോട്ടർ സീരിയൽ നമ്പർ. നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണത്. ആ സീരിയൽ നമ്പർ കൊടുക്കണം. അടുത്തടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ അടുത്തടുത്ത് വരുന്നതിന് വേണ്ടിയാണ് നെയ്ബർ കൊടുക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ കൊടുക്കാം. രണ്ടിലൊന്ന് കൊടുത്തതിന് ശേഷം ആ സീരിയൽ നമ്പർ മുകളിൽ കൊടുക്കണം. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വോട്ടർ നെയിം ഇൻ ഇംഗ്ലീഷ്, അതേപോലെ മലയാളം, ലോക്കൽ ലാംഗ്വേജ്. ഇതിൽ ലോക്കൽ ലാംഗ്വേജ് ഒഴിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വോട്ടർ നെയിം, സർട്ടിഫിക്കറ്റിലുള്ള പേര്, ഫുൾ നെയിം അതേപോലെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം താഴെ മൊബൈലിലൊക്കെ മംഗ്ലീഷ് കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും എല്ലാവരും. ആ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് അവിടെ മലയാളത്തിലങ്ങ് വോട്ടേഴ്സ് നെയിം ഇൻ മലയാളം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വോട്ടേഴ്സ് നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ താഴോട്ട് ഉള്ളതെല്ലാം ഇതുപോലെ ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഓഫ് ബർത്ത്, SSLCയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂൾ റെക്കോർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ കൊടുക്കുക. ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ആധികാരിക രേഖയായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്താണ്. കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. ഈ വർഷം ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് ഇപ്പോൾ ഇതിൽ പേര് ചേർക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അതിനുശേഷം ജെൻഡർ കൊടുക്കുക. തുടർന്ന് മൊബൈൽ നമ്പർ, ഏത് മൊബൈൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. നേരത്തെ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം.
അതിനുശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ വാർഡ് ഏത് വാർഡിലാണ് താമസിക്കുന്നത് ആ വാർഡ് കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഹൗസ് നമ്പർ, ഇത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ റേഷൻ കാർഡിൽ വീട്ടു നമ്പർ ഉണ്ടാകും. സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം സബ് നമ്പർ കൊടുത്താൽ മതി. വീട്ടു നമ്പർ കൊടുത്തെങ്കിലേ മുന്നോട്ട് പോവുകയുള്ളൂ. തുടർന്ന് താഴേക്ക് നമ്മളുടെ വീട്ടുപേരും മറ്റ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസുമാണ് കൊടുക്കേണ്ടുന്നത്. കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. ഇവിടെയും ഇംഗ്ലീഷിലും മലയാളത്തിലും ഇംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം ഗാർഡിയൻ്റെ പേര്, റിലേഷൻ കൊടുക്കണം. ആ പേരും കൊടുക്കണം. പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുകയും വേണം. തുടർന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ID പ്രൂഫ് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ആധാർ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും കൊടുക്കാതെയും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ആധാർ നമ്പർ കൊടുത്തു പോകുന്നത് നല്ലത് തന്നെയാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. 5 KB-ക്കും 30 KB-ക്കും ഇടയിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. JPG ആയിരിക്കണം ഫയൽ. ഇവിടെ നമുക്ക് ഡയമെൻഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. 5 KB-ക്കും 30 KB-ക്കും ആണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അതിനുശേഷം അവിടെ ചൂസിൽ പ്രസ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ, മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോയൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടേക്ക് കൊണ്ടുവന്ന് അവിടെ കാണുന്ന റേഡിയോ ബട്ടൺ ഉപയോഗിച്ച് അത് സൂം ഇന്നും സൂം ഔട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ശേഷം തുടർന്ന് വരുന്ന പേജിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൺഫേം ആപ്ലിക്കേഷൻ എന്ന് കാണാം. ഇവിടെ ഇതിനുശേഷം ERO, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫർദർ മോഡിഫിക്കേഷൻസ് ഒന്നും അലൗഡ് അല്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺഫേം ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴേക്ക് മറ്റ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതുമാണ്. തുടർന്ന് വരുന്ന പേജിൽ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കുന്നതും കൺഫേംഡ് എന്ന് കാണിക്കുന്നതുമാണ്. ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇനി ഹിയറിംഗ് ഉണ്ട്. ഹിയറിങ്ങിന് പോകേണ്ടുന്ന ഡേറ്റും ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ പ്രിൻ്റ് ഹിയറിംഗ് നോട്ടീസും പ്രിൻ്റ് ഫോം 4ഉം ഉണ്ട്. ഇത് രണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തുകൊണ്ട് വേണം പോകുവാൻ. അതിനോടൊപ്പം ഒറിജിനൽ ഡോക്യുമെൻസും കരുതണം. പ്രത്യേകിച്ച് ആധാറും സ്കൂൾ റെക്കോർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയും കയ്യിലുണ്ടാകണം. ഒരു ഫോട്ടോയും കയ്യിൽ കരുതേണ്ടുന്നതാണ്. ഹിയറിങ്ങിനായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ EROയാണ് സമീപിക്കേണ്ടുന്നത്. മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും സെക്രട്ടറിമാരെയും കോർപ്പറേഷനിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് സമീപിക്കേണ്ടുന്നത്. നോട്ടീസും ഫോം 4ഉം അതാത് ലിങ്കുകളിൽ പ്രസ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.